പോയിന്റ് മാർക്ക് ചെയ്യണം. ഇത് കല്ലെടുത്ത് തരുമോ? കല്ല് ഏതൊരു വ്യക്തിയുടെയും കാലങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരിക്കും സ്വന്തമായിട്ടുള്ള ഒരു വീട് എന്നുള്ളത്. നമ്മൾ അതിനു വേണ്ടിയിട്ടൊരു സ്പോട്ട് ചൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ ജലലഭ്യത എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഏതൊക്കെ ഭാഗത്താണ് ജലലഭ്യതയുള്ളതെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ആധുനിക സംവിധാനമാണ് നീള 24 ലൈവ് എന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആ സംവിധാനം നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് സേതുമാധവൻ സാറാണ്. സാർ മുളയങ്കാവ് സ്വദേശിയാണ്. അമേരിക്കൻ ടെക്നോളജിയുള്ള വാട്ടർ ഡിറ്റക്ടറാണ് സാർ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ സാർ നമ്മളോട് വിശദീകരിക്കും. ഇത് മറ്റേ നമുക്ക് 80% സക്സസ് കിട്ടാറുണ്ട്. ഇത് 8 വർഷമായിട്ട് മെഷീൻ ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരു 1/4 നൂറ്റാണ്ട് കഴിഞ്ഞു ഞാൻ ഈ മേഖലയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് വെച്ചിട്ട് ഡിറ്റക്റ്റ് ചെയ്യും. ആദ്യം ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മളതിൻ്റെ സ്കാനിങ് നടത്തും. സ്കാനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് ടാബിലേക്ക് എടുക്കും. ആ ടാബിൽ ആ പാറയ്ക്കകത്ത് എങ്ങനെയാണ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പിക്ചർ സഹിതം കാണാനായിട്ട് സാധിക്കും. അതിൽ ബ്ലൂ കളറാണ് നമുക്ക് വെള്ളത്തിൻ്റെ ലഭ്യത കാണിക്കുന്നത്. അതെങ്ങനെയാണ്, എത്രയുണ്ട്, എത്ര ശതമാനമുണ്ട് എന്നുള്ളത് വരെ നമുക്ക് പറയാനും സാധിക്കും. അതിനനുസരിച്ച് നമുക്ക് പോയിൻ്റ് എടുത്തിട്ട് സക്സസ് ആവാനും സാധിക്കുന്നുണ്ട്. പാറയുടെ എല്ലാ ഭാഗങ്ങളിലും, പാറയ്ക്ക് ഗ്യാപ്പുള്ള ഭാഗങ്ങളിലും മുഴുവനും മെഷീൻ റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കാനിങ് നടത്തിയതിന് ശേഷമാണ് പാറയ്ക്കകത്തുള്ള സ്ഥിതി എന്താണ്, എങ്ങനെയാണ്, വെള്ളത്തിൻ്റെ ലഭ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പോട്ടിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്ത സ്പോട്ടിൽ കുഴൽ കിണറോ അല്ലെങ്കിൽ ഓപ്പൺ കിണറോ എന്തും അല്ല, കുഴൽക്കിണറിനാണെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ എന്നുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. ആ പ്രൊവിഷൻ കൊടുത്ത് മാത്രമേ നോക്കാൻ പാടുള്ളൂ. ആ പ്രൊവിഷൻ കൊടുത്തിട്ട് നാച്ചുറൽ വാട്ടർ, അത് സാധാ കിണർ നോക്കാനായിട്ട് പറ്റില്ല. സാധാ കിണർ നോക്കണമെന്നുണ്ടെങ്കിൽ നാച്ചുറൽ വാട്ടർ എന്നുള്ളതായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ആ പ്രൊവിഷൻ കൊടുത്തിട്ട് വേണം നോക്കാൻ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക പാറ ഏകദേശം എത്ര അടിയിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പാറയ്ക്ക് ചെറിയ വേരിയേഷനൊക്കെ വരാറുണ്ട്, എന്നാലും പാറ എത്ര അടിയിലുണ്ട്, വെള്ളം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ റിപ്പോർട്ടിൽ ജലത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടാവും. ക്വാളിറ്റി, ക്വാണ്ടിറ്റി, എത്ര % കിട്ടും എന്നുള്ള കാര്യങ്ങൾ മുഴുവനും ആ റിപ്പോർട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ നമ്മൾ അല്ലെങ്കിൽ അന്ന് അവർക്ക് തന്നെ അതിൻ്റെ PDF അയച്ചു കൊടുക്കുകയും ചെയ്യും, റിപ്പോർട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യും. ഈ 8 വർഷമായിട്ട് സാറ് എത്രത്തോളം ഇതുപോലെ വാട്ടർ ഡിറ്റക്ടർ വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്? അത് ഏകദേശം അത് കുറേ കൂടുതലുണ്ട്. അത് ഒക്കെ ഏകദേശം കറക്റ്റ് സ്പോട്ട് തന്നെ? അതെ, കറക്റ്റ് സ്പോട്ട് തന്നെയാണ്. അതാണ് പറയുന്നത്. ഏകദേശം നമുക്ക് 80% സക്സസ് റേറ്റ് കിട്ടുന്നുണ്ട്. ഈ അമേരിക്കൻ ടെക്നോളജി വരുന്നതിന്റെ മുൻപ് ഇത് തുടക്കം മുതലേ ഈ ഒരു ടെക്നോളജി അല്ല, ആദ്യം നോക്കിയിരുന്നത് ജർമ്മൻ ടെക്നോളജി ആയിരുന്നു. അത് എർത്ത് ചെയ്ത് നോക്കിയിട്ട് വേണം നമുക്ക് പോയിന്റ് എടുക്കാനായിട്ട്. അതിൽ ഗ്രൗണ്ട് വാട്ടർ മാത്രമേ പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ, നാച്ചുറൽ വാട്ടർ പോയിന്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇതിലാണെങ്കിൽ രണ്ടും നടക്കും. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. അതുകൊണ്ട് ഈ ടൈൽസ് ഇട്ട ഭാഗങ്ങളുണ്ടല്ലോ, ടൈൽസ് ഇട്ട ഭാഗങ്ങളിലും ഒന്നും അത് ചെയ്യാൻ പറ്റില്ല, എർത്തിങ് കിട്ടാത്തതുകൊണ്ട്. ഇതിലാണെങ്കിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് നോക്കാനായിട്ട് പറ്റും, ബുദ്ധിമുട്ടില്ല. ഏത് ടൈലിട്ട ഭാഗത്ത് നോക്കിയാലും നമുക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ജലലഭ്യത മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ കൊപ്പം മുളയങ്കാവ് ഭാഗങ്ങളിലാണോ കൂടുതൽ കസ്റ്റമർ? അല്ല, ഞാൻ ഇന്ന് തിരുവനന്തപുരവും ആലപ്പുഴയും ഡിസ്ട്രിക്ട് ഒഴിച്ച് ബാക്കി എല്ലാ ഡിസ്ട്രിക്റ്റിലും പോയിട്ടുണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലും പോകാറുണ്ട്. ദൂരങ്ങളിലൊക്കെ പോയിട്ട് ഒന്നും നെഗറ്റീവ് വന്നിട്ടില്ല, പോസിറ്റീവാണ് കൂടുതലും വരുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സൊക്കെ ഹാപ്പിയാണ്. മാത്രമല്ല 5 മിനിറ്റിലോ 10 മിനിറ്റിലോ അല്ലെങ്കിൽ ഒരു പോയിന്റ് മാത്രം ഡിഡക്റ്റ് ചെയ്തിട്ട് അതിന് കിട്ടുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കില്ല. ഞങ്ങൾക്ക് തൃപ്തിയായിട്ടുള്ള പോയിന്റ് മാത്രമേ മാർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഒരു 6 പോയിന്റ് ആയിരിക്കും, 8 പോയിന്റ് ആയിരിക്കും, അങ്ങനെയൊക്കെ വരും. ചില ലഭ്യതയില്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ നിങ്ങളവിടെ ഇത്ര ശതമാനം മാത്രമേ % ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് പറയാറുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഒരു വാട്ടർ ഡിറ്റക്റ്റ് ചെയ്യണമെങ്കിൽ അതിന് സാറിനെ കോണ്ടാക്ട് ചെയ്യാം അല്ലേ? ആ ഒരു ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാം. ഒന്നും അകലെയല്ല, ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം, പക്ഷേ അസാധ്യമല്ല. പുതിയൊരു തുടക്കം കരുതലോടെ. അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും. ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി.